എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ 3 പേര് അവരാണെങ്കിൽ ഒരു ടണലിലേക്ക് വരികയാണ്. അവർക്കാണെങ്കിൽ ആ ഒരു ടണൽ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഇനി മുതൽ ഈ ടണൽ നമ്മുടേതാണെന്ന് പറഞ്ഞ് അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവരുടെ ടീമിലുള്ള ഒരാൾ കാണാനുണ്ടാവില്ല. അവര് ടെൻഷനായി അവിടെ മുഴുവൻ ആ കാണാതെ പോയവനെ അന്വേഷിക്കാൻ തുടങ്ങും. എന്തോ ഒരു സാധനം അവരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവരും അതിന്റെ പിന്നാലെ പോവും. ഉടനെ ചുവന്ന കളറുള്ള 2 കണ്ണുകള് അതങ്ങനെ വന്ന് ഒരു അറ്റാക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പോ ലീഫ് വില്ലേജ് കാണിക്കും. അവിടെ ഇപ്പൊ നമ്മുടെ 3 ആൾക്കാരും അവരാണെങ്കിൽ ഒരു അടിപൊളി മിഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. ബൊറൂട്ടോ പറയും ഈ മിഷൻ അത്ര പോരായിരുന്നു. ഈ സെക്യൂരിറ്റി ഗാർഡ് ആവുന്ന മിഷൻ അത് വളരെ ബോറാണ്. ഉടനെ സാറഡ പറയും നമ്മൾ എല്ലാ മിഷൻസും കറക്റ്റായിട്ട് ചെയ്യണം. താഴെ മുതൽ മുകളിൽ വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു തറവുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു മിഷൻസ് ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞ് അവരിപ്പോൾ ഹാപ്പിയായി ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകും. ഇപ്പം ലോങ് ഷോട്ടിലായിട്ട് 2 ഷിനോബികൾ അവർ പരസ്പരം പറയും ഇതാണ് ടീം 7. ഇവരെടുക്കുന്ന മിഷൻസിൽ മുഴുവൻ ഇവർ സക്സസ് ആവുകയാണ്. ഇവരുടെ എഫേർട്ടല്ല മറിച്ച് ഹൊക്കാഗയുടെ മകന്റെ ഗ്രൂപ്പിനോടുള്ള ഫേവറിസമാണ്. വളരെ ഈസി ആയിട്ടുള്ള മിഷൻസ് കൊടുത്ത് അവരെ ജയിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവര് നമ്മുടെ ആൾക്കാർ നോക്കി കളിയാക്കും. കുട്ടുവയ്ക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. അവൻ പല്ല് കടിച്ച് അങ്ങനെ നിൽക്കും. നീ അത് കാര്യമാക്കൊന്നും വേണ്ട, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ് സാറഡ ബൊറൂട്ടോയെ പിടിച്ചു വെക്കും. ഉടനെ ബൊറൂട്ടോ അവൻ വല്ലാതെ മൂഡൌട്ടായി ഇപ്പൊ അങ്ങനെ പുറത്തേക്ക് പോവാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യവും സങ്കടവും അത് സഫർ ചെയ്യാൻ കഴിയില്ല. എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. ഹൊക്കാഗയുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ തിരികെ വീട്ടിലേക്ക് വരും. വീട്ടിലെത്തിയ ബൊറൂട്ടോയെ കാത്ത് ഇപ്പൊ വലിയൊരു സസ്പെൻസ് ഉണ്ടാവും. ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. കേക്കും ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് അവിടെ മുഴുവൻ തന്നെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല സാറഡയും ഫാമിലിയും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ബൊറൂട്ടോ സാറഡയെ നോക്കും. ഓ, നീയും എനിക്ക് സർപ്രൈസ് തരാൻ ഇവിടേക്ക് വന്നു അല്ലേ? അവള് പറയും അത് പിന്നെ എൻ്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. തൊട്ടടുത്തായി ടേബിളില് നമ്മുടെ മീച്ചിക അവനൊരു കോണൊക്കെ തലയിൽ വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇതെന്റെ ആദ്യത്തെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു പാർട്ടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞ് മീച്ചിക തുള്ളിച്ചാടും. അതേസമയം ഹീമാവരി അവളാണെങ്കിൽ ക്കുള്ള സ്പെഷ്യൽ കേക്കുമായിട്ട് കടന്നു വരും. സാക്കുറയ്ക്കാണെങ്കിൽ ഹീമാവരി ഒത്തിരി ഇഷ്ടാവും. സാക്കുറ അവളുടെ തലയിലൊക്കെ തലോടി കൊടുത്ത് അവളോട് സംസാരിക്കാനായിട്ട് ആരംഭിക്കും. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും നറൂട്ടോയെ കാണില്ല. സോ അവരെല്ലാവരും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ജ്യൂസൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. ഉടനെ ബൊറൂട്ടോ അവനൊരു ഭാഗത്തേക്ക് മാറിയിരുന്ന് ഒറ്റയ്ക്ക് വിഷമിക്കും. ഇപ്പൊ കറക്റ്റ് ടൈമിൽ ഒരു കോള് വരും. ഹിനട്ട കോൾ എടുക്കും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയും അത്യാവശ്യമായി ഹൊക്കാഗ ഒരു മിഷന് പോയിരിക്കുകയാണ്. സോ അദ്ദേഹത്തിന് വീട്ടിലേക്ക് വരാൻ കഴിയില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഹിനട്ടയുടെ മുഖഭാവവും ഫോൺ കോളൊക്കെ കാണുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. അവനൊന്നും മിണ്ടാതെ ഇപ്പൊ റൂമിലേക്ക് വരികയാണ്. ഉടനെ സാറഡ അവന്റെ പിന്നാലെ വന്ന് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അതിന് ബൊറൂട്ടോ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും വന്നില്ലേ, ആക്ച്വലി പപ്പ വരുന്നതും വരാത്തൊക്കെ കണക്കാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ അവൻ എന്തൊക്കെയോ ആലോചിച്ച് റോഡിലൂടെ നടക്കുകയാണ്. അപ്പൊ തലേന്ന് നൈറ്റ് നടന്ന ഒരു കാര്യം അവൻ ഓർക്കും. നൈറ്റ് ഒരുപാട് ലേറ്റ് ആയി കഴിയുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ ഞെട്ടി എഴുന്നേക്കും. അപ്പൊ റൂമില് ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നതായിട്ട് അവൻ കാണും. അവൻ ആ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് വായിച്ചു നോക്കും. ഐ എം സോറി, എനിക്ക് നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല, അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നറൂട്ടോ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കും അത്. ബൊറൂട്ടോ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് വിഷമത്തില് വീട്ടിലേക്ക് പോവാതെ വീണ്ടും സിറ്റി മുഴുവൻ അങ്ങനെ ചുറ്റി നടക്കുകയാണ്. അതേസമയം ഇവിടെ ഹിനട്ട അവളും തലേന്ന് നൈറ്റ് നടന്ന ആ ഒരു കാര്യം ആലോചിക്കും. തലേന്ന് നൈറ്റ് നറൂട്ടോ അവൻ ഒരുപാട് ടയേർഡായി ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. ബൊറൂട്ടോയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റുമായി. നറൂട്ടോ ഗിഫ്റ്റ് ഇപ്പൊ ഹിനട്ടയുടെ കയ്യിൽ കൊടുക്കും. ഞാൻ എപ്പോഴും ഒരു വേസ്റ്റായ പപ്പയാണ്, മക്കളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയാറില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ടെൻഷനിൽ ആള് റൂമിലേക്ക് പോകും. അതേസമയം ഹിനട്ടയാണെങ്കിൽ ആ ഗിഫ്റ്റിലേക്ക് നോക്കി ഒരുപാട് നിരാശയോട് കൂടെ തല താഴ്ത്തി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ആ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് വരാണ്. ആരോടോ ദേഷ്യം തീർക്കാൻ എന്ന പോലെ അവനിപ്പോ ഒരുപാട് കലിപ്പില് ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. കണ്ണാടി ഡോക്ടർ ചോദിക്കും എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ബൊറൂട്ടോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഗെയിം കളിക്കും. ഉടനെ ഡോക്ടർ ചോദിക്കും നിനക്ക് എന്നെ കാണുമ്പോ എന്താ തോന്നുന്നേ, ഒരു മണ്ടനായിട്ടാണോ? അതിന് ബൊറൂട്ടോ പറയും ഒരിക്കലും ഇല്ല, ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയില്ല, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെന്ന് കഴിഞ്ഞ ദിവസമാണ് ഞാനും മനസ്സിലാക്കിയത്. ആക്ച്വലി എല്ലാവർക്കും നിങ്ങളോട് വളരെ സ്നേഹവും ബഹുമാനവും മാത്രമാണ്. അതിനാ ഡോക്ടർ പറയും നിന്നോടും അങ്ങനെ തന്നെയാണ്.
എല്ലാവരും നീ ഹൊക്കാഗയുടെ മകനാണെന്ന് പറയുമെങ്കിലും നിനക്ക് നിന്റേതായ ചില സ്പെഷ്യൽ ടാലൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുപയോഗിച്ചാണ് നീ മുൻപോട്ട് വരുന്നതെന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. എല്ലാവരും എന്നെ ഹൊക്കാഗയുടെ മകൻ എന്ന രീതിയിലാണ് കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ സ്വന്തം മകന്റെ ബർത്ത്ഡേ പോലും മറക്കുന്ന ഹൊക്കാഗയാണ് എന്റെ അച്ഛൻ. ഉടനെ ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ഒരു സയന്റിഫിക് നിഞ്ച ടൂള് അത് കാണാൻ ഒരു ബോൾ പോലെ ഉണ്ടാവും, അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അത് കൊടുക്കുകയാണ്. അതും വാങ്ങി ഇപ്പൊ ബൊറൂട്ടോ തിരികെ വീട്ടിലേക്ക് വരും. അപ്പൊ ഹീമാവരി ആണെങ്കിൽ കലണ്ടറിൽ എന്തോ അടയാളപ്പെടുത്തുന്നത് ബൊറൂട്ടോ കാണും. അവൻ കാര്യം ചോദിക്കും. അതിനവള് പറയും, പപ്പ എന്റെ ബർത്ത്ഡേ മറന്നു പോകാതിരിക്കാനായിട്ട് ഞാനത് കലണ്ടറിൽ അടയാളപ്പെടുത്തുകയാണ്. അതിന് ബൊറൂട്ടോ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പപ്പ ഇല്ലെങ്കിലും ഞാനും എൻ്റെ ഫ്രണ്ട്സും നിന്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കും. മാത്രമല്ല ആരുടെയൊക്കെ ബർത്ത്ഡേക്ക് അച്ഛൻ വന്നിട്ടില്ല എങ്കിലും നിന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ വന്നിരിക്കും, ഞാൻ അച്ഛനെ കൊണ്ടുവരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ വീണ്ടും നമ്മുടെ ആൾക്കാർ അടുത്ത മിഷന് വേണ്ടി പോവാണ്. അപ്പോഴായിരിക്കും കൊനഹമാരു അവരോട് പറയാ, 100 ട്രെയിനിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ആരൊക്കെയോ അടിച്ചു മാറ്റി, അവരെത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ പുതിയ മിഷൻ. ആ കൾപ്രിറ്റ്സ് എല്ലാവരും അവിടെ അടുത്തുള്ള ഒരു ടണലിലാണ് ഒളിച്ചിരിക്കുന്നത്. അവർ മൊത്തം 4 പേരുണ്ട്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അങ്ങോട്ട് പോകുമ്പോൾ. കാരണം ആ ടണലുകളെല്ലാം തന്നെ വളരെ ഹോണ്ടഡ് ആണ്. ഒരുപാട് ആൾക്കാർ അവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. മാത്രമല്ല ആഡായിട്ടുള്ള ഒത്തിരി പേര് അവിടെ തമ്പടിച്ചിട്ടുണ്ട്. പക്ഷെ ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആ മിഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. ഇത് വെറും 4 പേരിലേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും ഒരു മിഷൻ കിട്ടിയാൽ ഞാൻ പൊളിച്ചേനെ. അതിന് സാറട പറയും, എങ്ങനെയുള്ള മിഷൻ എടുക്കുന്നു എന്നല്ല, മറിച്ച് ജനങ്ങളെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ, അവനാണെങ്കിൽ കാഗുയെ പോലെ ആരൊക്കെയോ ഇപ്പൊ ഗ്രാമത്തിലുണ്ടെന്ന് കണ്ടെത്തും. മാത്രമല്ല അവരുടെ ഒരുപാട് ഹൈഡൌട്ട്സും അവൻ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. നറൂട്ടോ ഷിക്കമരുവിനോട് പറയും, ഇത്തവണ ഞാൻ തന്നെ നേരിട്ട് പോയി അത് അന്വേഷിക്കാൻ പോവാണ്. കാഗുയെ കുറിച്ചും വൈറ്റ് സെറ്റ്സുവിനെ കുറിച്ചും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ബാക്കിയുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ വൈറ്റ് സെറ്റ്സു അവറ്റകൾ മുഴുവനായിട്ടും വില്ലേജ് വിട്ട് പോയിട്ടില്ല. ഏതൊക്കെയോ ഭാഗങ്ങളിൽ അവറ്റകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. വീണ്ടും പഴയതുപോലെ ശക്തി ആർജിച്ചെടുത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ഉറപ്പായിട്ടും നമ്മൾ കരുതലെടുത്തേ പറ്റൂ. അപ്പോഴായിരിക്കും ഷിക്കമരു പറയാ, നീ ഓൾറെഡി ഇപ്പൊ ഒരുപാട് കൂടുതലായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. നീ ഒരു ഹൊക്കാഗ മാത്രമല്ല, ഒരച്ഛനാണ്, ഭർത്താവാണ്. നീ ബൊറൂട്ടോയുടെ ബർത്ത്ഡേക്ക് പോലും അന്ന് പോയിരുന്നില്ല. അത് കേട്ട് നറൂട്ടോ അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. നറൂട്ടോ പറയും, അതെ, എനിക്ക് പലപ്പോഴും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ എനിക്ക് അതിലും കൂടുതൽ പ്രധാനമാണ് എന്റെ വില്ലേജിന്റെ കാര്യം. സോ ഇക്കാര്യത്തില് മറ്റാരും എനിക്ക് വിശ്വാസമില്ല. എനിക്ക് തന്നെ നേരിട്ട് പോണെന്ന് പറഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ പോവാൻ തയ്യാറെടുക്കുകയാണ്. നറൂട്ടോ പുറത്തു വരുമ്പോ ഇപ്പൊ ബൊറൂട്ടോ നറൂട്ടോയെ കാത്ത് പുറത്ത് നിൽപ്പുണ്ടാവും. നറൂട്ടോ പറയും, ഐ എം സോറി, എനിക്ക് നിന്നോട് നേരാവണ്ണം ഒന്ന് സോറി പറയാൻ പോലും കഴിഞ്ഞില്ല. അതിനവൻ ടെൻഷനായിട്ട്, എനിക്കതില് യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾ ഹീമാവരിയുടെ ബർത്ത്ഡേക്ക് വന്നേ പറ്റൂ. അവളത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഹീമാവരി നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടു കൂടെയാണ് കാണുന്നത്. അവൾക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ അവളുടെ ബർത്ത്ഡേക്ക് വരുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ കൈ ചുരുട്ടി പിടിച്ചു നിൽക്കും. അതിന് നറൂട്ടോ അവന്റെ തലയിൽ തട്ടിക്കൊടുത്തു പറയും, ഉറപ്പായിട്ടും ഞാൻ വന്നിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പുതിയ മിഷന് വേണ്ടി നമ്മുടെ ആൾക്കാരിപ്പോ ട്രെയിനിൽ പോവാണ്. അവർ ആ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു ഗ്രാൻഡ്പ അവരെ തിരിച്ചറിയും. ഗ്രാൻഡ്പ ചോദിക്കും, നിങ്ങൾ ലീഫ് വില്ലേജിലെ ഷിനോബികളല്ലേ? അതിന് കൊനഹമാര് പറയും, അതെ, ആ കള്ളന്മാരെ പിടിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പ ഗ്രാൻഡ്പ പറയും, നിങ്ങളൊരല്പം വൈകിപ്പോയി. ആ കള്ളന്മാരില് 3 പേര് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള ആള് തനിയെ വന്ന് കീഴടങ്ങി അവനിവിടുത്തെ സെല്ലിലുണ്ടെന്ന് പറഞ്ഞ് ഗ്രാൻഡ്പയാണെങ്കിൽ ഇപ്പൊ അവരെയും കൂട്ടി സെല്ലിലേക്ക് പോകും. അവനാണെങ്കിൽ പേടിച്ച് വിറച്ചു പറയും, എല്ലാവരെയും അത് കൊന്നു. ആ മോൺസ്റ്റർ അവരെ 3 പേരെ ഇല്ലാതാക്കി. എന്നെയും കൊല്ലും, എനിക്കതിനെ പേടിയാണെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. ഗ്രാൻഡ്പ പറയും, ഇവൻ വന്നത് മുതൽ ഇത് തന്നെയാണ് പറയുന്നത്, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു മോൺസ്റ്റർ ഇവന്റെ കൂടെയുള്ള 3 പേരെയും കൊന്നു കളഞ്ഞുവെന്ന്. കൊനോമാരുവിനാണെങ്കിൽ അത് കേട്ട് എന്തോ ഡൗട്ട് തോന്നും. ഉടനെ അവര് 4 പേരും ഇപ്പൊ ആ കള്ളം പറഞ്ഞ അതേ സ്ഥലത്തേക്ക് വരികയാണ്. അതിനുശേഷം അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ ആ ഒരു മൈൻഡ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അവർ സംസാരിച്ച് കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴായിരിക്കും ആരോ ഒരാളുടെ ഡെഡ് ബോഡി അവിടെ കാണുക. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് 2ആയി വെട്ടിയ രീതിയിലായിരിക്കും ആ ഒരു ബോഡി അവർ കണ്ടെത്തുക. ബോഡിയുടെ തൊട്ടടുത്തായിട്ട് കുറച്ച് കാൽപ്പാട് കാണും. ഉടനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആ കാൽപാദം ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു പോകും. കൊനാമാര് പറയും, ഒരു കാരണവശാലും
ആരും ഗാർഡ് ഡൗൺ ചെയ്യാൻ പാടില്ല, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, എങ്ങനെയുള്ള സമയത്തെന്ന് പറഞ്ഞ് അവരിപ്പോ ഒരു ഡെഡ് എൻഡിലേക്ക് വരാണ്. അപ്പൊ കൊനഹമാരു കാണും അവരുടെ തൊട്ടടുത്തായിട്ട് ആ 3 മോൺസ്റ്റേഴ്സ്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ ഒരു മോൺസ്റ്റർ അതങ്ങനെ ചാടി വീണ് കൊനാമാരുനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ മോൺസ്റ്ററിനെ കാണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ വൈറ്റ് സെറ്റ്സു. അതിനെ കണ്ട് ഷോക്കായി നമ്മുടെ ആൾക്കാരങ്ങനെ പകച്ചു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.